ഹായ്, KS കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പോള എന്ന് പേരുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുക്കുമ്പോഴേ നമുക്കതിന് പകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ് പലഹാരമാണ് കേട്ടോ ഇത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പലഹാരം എത്ര സോഫ്റ്റ് ആണെന്ന് ഞാനിത് മുറിച്ച് കാണിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് പച്ചരി ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഈ പച്ചരി ഉഴുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ കുതിർക്കണം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 2 പപ്പടം കൂടി ചേർക്കുന്നുണ്ട്. പപ്പടം കുതിർത്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുതിർത്തെടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പപ്പടം ഒരുപാട് സമയമൊന്നും കുതിർത്തെടുക്കണ്ട കേട്ടോ. നമ്മൾ മാവ് അരച്ചെടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ, അതായത് ഒരു 10 മിനിറ്റ് മുന്നേ കുതിർക്കാൻ വെച്ചാൽ മതിയേ. ഈ വെള്ളപ്പോള കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഈസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ പൊങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമ്മൾക്ക് അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനേ പച്ചരി, ഉഴുന്ന്, കുതിർത്ത പപ്പടം, ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചോറ്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു അളവിലാണ് കേട്ടോ ചേരുവകൾ ഇതിലേക്ക് എടുക്കേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു തവിക്ക് 2.5 തവി പച്ചരി കുതിർത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 തവി ചോറും കുതിർത്ത പപ്പടവും പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. എന്നാലേ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. മാവരച്ചെടുക്കുമ്പോഴേ ഒരുപാട് വെള്ളം കൂടി പോവാണ്ട് ശ്രദ്ധിക്കണേ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ വെള്ളപ്പോളയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കണത്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് 1 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ ധാരാളമാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. തണുത്ത കാലാവസ്ഥയ്ക്കാണെങ്കിൽ കുറച്ച് സമയം കൂടി അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരുമേ. ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കണത്. അപ്പോൾ ഇന്ന് ചൂര മീൻ കറിയും മത്തിക്കറിയും അങ്ങനെ 2 ടൈപ്പ് മീൻ കറിയും ഉണ്ടാക്കണുണ്ടേ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണേ. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടേ. ഇനി നമ്മൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ്. എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴേ പ്ലേറ്റിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണേ. നമ്മുടെ വെള്ളപ്പോളയൊക്കെ അവിടെ അസലായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് തണുത്തതിന് ശേഷം മാത്രം പ്ലേറ്റിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അളവിലെ അരിയും ഉഴുന്നും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 2 വെള്ളപ്പോള ഉണ്ടാക്കാൻ ആവശ്യമായ മാവ് നമ്മൾക്ക് കിട്ടുകയെ. ബാക്കി വന്ന മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാനേ ഒന്നുകിൽ ചെറുപഴമോ അല്ലെങ്കിൽ റോബസ്റ്റോ ഏത് പഴം വേണമെങ്കിലും എടുക്കാമേ. ഞാനിവിടെ ഒരു റോബസ്റ്റ് എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണേ.
നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏത് പാല് വേണമെങ്കിലും ചേർക്കാമേ. പിന്നെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണില്ലേ. ഒന്നുകിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പഴം സ്റ്റൂവോ ചേർത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ ഈ വെള്ളപ്പോളയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നുക. ഞാൻ എപ്പോഴും ഇത് കഴിക്കുമ്പോഴേ പഴം സ്റ്റൂ ചേർത്തിട്ടാണ് കേട്ടോ കഴിക്കുക. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ കുട്ടികൾക്ക് രണ്ടാൾക്കും ഈ ഒരു മധുരം അതിൻ്റെ കൂടെ ഇഷ്ടമല്ല കേട്ടോ. അവർ രണ്ടാളും മീൻകറി കൂട്ടിയിട്ടാണ് ഇന്നത് കഴിക്കണത്. ബാക്കി വന്ന മാവേ ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിരുന്നല്ലോ, അതും കൂടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളപ്പോളയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇവിടെ പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. നിങ്ങൾക്ക് ശബ്ദം കേൾക്കണില്ലേ മഴയുടെ? അപ്പോൾ അതാ വെരി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വെള്ളപ്പോള ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കൂ കേട്ടോ. പത്തുമണിച്ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വെള്ളപ്പോള ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.